Hello, good morning. Welcome to Learnino. നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗേറ്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന അനലോഗ് സർക്യൂട്ട്സിലുള്ള MCQ6 എന്നാണ് നമ്മൾ ഈ ഒരു വീക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. In the first question, RC network shown in the given figure can provide maximum theoretical phase shift of. നമുക്ക് താഴെ തന്നിരിക്കുന്ന RC നെറ്റ്വർക്ക് ആണ് അല്ലെ, RC നെറ്റ്വർക്ക് ആണ് RNC, അതായത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ് ആണ്. ഈ ഒരു ഫിഗറിൽ നമുക്ക് എത്രത്തോളം മാക്സിമം തിയറിറ്റിക്കൽ ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 270 ഡിഗ്രി ആണ്. ഓക്കെ, 270 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? RC നെറ്റ്വർക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കാസ്കേഡിംഗ് ആയിട്ടാണ് അല്ലെ. ഇനി പാസീവ് RC passive RC circuit when input is connected to the capacitor. നോക്കൂ, ഇൻപുട്ട് നമ്മൾ എവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? കപ്പാസിറ്ററിലേക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സർക്യൂട്ടിന് നമുക്ക് എന്ത് പറയാം? ഹൈ പാസ് RC നെറ്റ്വർക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ് നോക്കാം. നമുക്ക് കപ്പാസിറ്റർ ആകുമ്പോൾ നമുക്ക് എന്താ ഒരു റിയാക്ടൻസ് 1/j⍵c ആണ്. അപ്പൊ നമുക്ക് V എന്ന് പറയുന്നത് j⍵ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഔട്ട്പുട്ട് V0 എന്ന് പറയുന്നത് j⍵ ആയിട്ടാണ്. അപ്പൊ അതിന്റെ അനാലിസിസ് നോക്കൂ. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ? അപ്പൊ V0 of j⍵, ഔട്ട്പുട്ട് വോൾട്ടേജ് is equal to VI j⍵ plus into R by 1/j⍵c plus R ആണ് വരുന്നത്. So V0 j⍵ is equal to VI j⍵ into R j⍵. ഈ ഒരു ഡിവിഷൻ നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ R j⍵ plus 1 R j⍵ വരും. അപ്പൊ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് V0 by V1 is equal to R j⍵ by 1 plus R j⍵ ആണ്. അപ്പൊ S is equal to j⍵ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് വരും? V0 by V1 is equal to RS by 1 plus RS എന്ന് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഫേസ് ഷിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? Phi is equal to 90 degree minus tan inverse of RS എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഫേസ് ഷിഫ്റ്റ് എടുക്കണം. ഒരു ഇക്വേഷൻ ഫേസ് ഷിഫ്റ്റ് എടുക്കുമ്പോൾ ആംഗിൾ phi is equal to 90 degree minus tan inverse RS ആണ്. അപ്പൊ നമുക്കൊരു ഹൈ പാസ് RC സർക്യൂട്ടിൽ നമുക്ക് മാക്സിമം ഫേസ് ഷിഫ്റ്റ് 90 ഡിഗ്രിക്ക് താഴെയായിട്ട് നമുക്ക് കൊടുക്കില്ല. നോൺ സീറോ ഫ്രീക്വൻസിയിലായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മാക്സിമം തിയറിറ്റിക്കൽ ഫേസ് ഷിഫ്റ്റ് കിട്ടണമെങ്കിൽ RS, that is R is equal to ഈ ഒരു ഇക്വേഷനിൽ R is equal to 0 കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടേം ഇല്ലാണ്ട് പോകും. സോ phi is equal to എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പൊ ഒരു സിംഗിൾ RC ഫേസ് ഷിഫ്റ്റിലേക്കാണ് വരുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് 3 എണ്ണമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ 90 into 3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 270 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ദ അൺബൈപാസ്ഡ് എമിറ്റർ റെസിസ്റ്റൻസ് പ്രൊവൈഡ്സ് ഓപ്ഷൻ ബി കറന്റ് സീരീസ് ഫീഡ്ബാക്ക്. നമുക്ക് ഒരു അൺബൈപാസ്ഡ് എമിറ്റർ റെസിസ്റ്റൻസ് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ എന്താ തരുന്നത്? ഒരു കറന്റ് സീരീസ് ഫീഡ്ബാക്ക് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കൂ, ഇതാണ് നമുക്കൊരു CE ആംപ്ലിഫയർ വിത്ത് അൺബൈപാസ്ഡ് എമിറ്റർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ വരുന്നത്? ലോവർ വോൾട്ടേജ് ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നത് ബെറ്റർ ബയാസ് സ്റ്റെബിലൈസേഷൻ ആണ് തരുന്നത്. ലോവർ വോൾട്ടേജ് ഗെയിൻ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബെറ്റർ ബയാസ് സ്റ്റെബിലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു കറന്റ് സീരീസ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ആണ്. അതുപോലെ തന്നെ ഒരു ലീനിയർ ഓപ്പറേഷൻ ഫോർ ലാർജ് ഇൻപുട്ട് സിഗ്നൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വരുന്നത്? ഒരു കറന്റ് സീരീസ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആണ് ഈ പറയുന്ന അൺബൈപാസ്ഡ് എമിറ്റർ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട് ഗിവൺ ഇൻ ദ ഫിഗർ ദ ഫംഗ്ഷൻ ഓഫ് R1 ഈസ് ടു ബി. നമുക്ക് ഈ ഒരു ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട് തന്നതിൽ ഫംഗ്ഷൻ ഓഫ് R1, ഈ ഒരു R1 റെസിസ്റ്റൻസ് എന്താണ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ സി എലിമിനേറ്റ് ഹൈ ഫ്രീക്വൻസി നോയ്സ് സ്പൈക്ക്. ഓക്കെ, ഹൈ ഫ്രീക്വൻസി നോയ്സ് സ്പൈക്സിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ടിൽ R1 എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസിനെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു ഒപ്പം ഡിഫറൻഷിയേറ്റഡ് സർക്യൂട്ട് ആണ് ഇതിൽ. അപ്പൊ ഇതിൽ R1 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് എന്താണ്? ഓപ്പറേഷണൽ ആംപ്ലിഫയർ സർക്യൂട്ട് പെർഫോം ദി മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ, that is produce a voltage output which is directly proportional to the rate of change of input voltage with respect to time. അപ്പൊ ഇതൊരു ഡിഫറൻഷിയേറ്റഡ് സർക്യൂട്ട് ആണ്. നമ്മൾ ഒപ്പാമിന്റെ ഡിഫറൻഷിയേറ്റഡ് സർക്യൂട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്താ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് വരുന്ന ഇൻപുട്ട് വോൾട്ടേജിന്റെ ഒരു ഡിഫറൻഷിയേറ്റഡ് ഔട്ട്പുട്ട് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ടിൽ. ഓക്കെ, the faster or larger the change in the input voltage signal, the greater input current, the current will be the output voltage change in response, becoming more of the spike in the shape. അപ്പോൾ അവിടെ നമുക്കൊരു സ്പൈക്ക്, ആ ഒരു ഇൻപുട്ട് വോൾട്ടേജിനനുസരിച്ച് വരുന്ന വേരിയേഷൻ അനുസരിച്ച് നമുക്ക് ഡിഫറൻഷിയേഷനിലും വരും വേരിയേഷൻ. സോ നമുക്ക് സ്പൈക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു സ്പൈക്കിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വി ആർ പ്രൊവൈഡിങ് an R1 റെസിസ്റ്റൻസ് ഇൻ ദി ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഔട്ട്പുട്ട് is equal to minus RFC into dVn by dt ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു R1 റെസിസ്റ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊവൈഡ് ആ ഒരു അതായത് നമുക്ക് ഒരു ഹൈ വോൾട്ടേജ് ഹൈ നോയ്സ് കാരണം ഉണ്ടാകുന്ന സ്പൈക്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, in the given circuit
below, what will be the value of V0? നമുക്ക് തന്നിരിക്കുന്നതിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ക്ക് എന്താണ് വരുന്നത് എന്നാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്ന്. ആൻസർ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ 7V ആണ്. അപ്പൊ നമുക്ക് നോക്കൂ, 3 ഇൻപുട്ട് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. ഒരു പ്ലസ് ടെർമിനൽ, ദാറ്റ് ഈസ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. VA 1 വോൾട്ട് ആണ്, VB എന്ന് പറയുന്നത് 2 വോൾട്ട് ആണ്, VC എന്ന് പറയുന്നത് 3 വോൾട്ട് ആണ്. ദെൻ നമുക്കൊരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. 5 കിലോ ഓം 2 കിലോ ഓം വരുന്നുണ്ട്. ഇതിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമുക്ക് 7 വോൾട്ടേജ് വരുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ നോക്കൂ, VA, അതായത് നമുക്ക് ഇതിനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം അല്ലെ. V മൈനസ് VA ബൈ R1, R പ്ലസ് V മൈനസ് VB ബൈ R പ്ലസ് V മൈനസ് VC ബൈ R ആണ്. കാരണം നമ്മൾ ഇത് മൂന്നും കൂടി കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ V മൈനസ് 1, V വന്നത് 1 ആണ്. V മൈനസ് 1 ബൈ R പ്ലസ് V മൈനസ് 2 ബൈ R പ്ലസ് V മൈനസ് 3 ബൈ R is equal to 0. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 3V is equal to 6 ആണ്. നമുക്ക് V is equal to 2 വരും. 3V is equal to 6, so V is equal to 2 ആണ് വരുന്നത്. അപ്പോൾ വിർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന V എന്ന് പറയുന്നത് ആ ഒരു ഇൻവെർട്ടിംഗ് ടെർമിനലിലും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ഇൻവെർട്ടിംഗ് ടെർമിനലിൽ KCL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? V by 2 plus V minus V0 by 5 is equal to 0 ആണ്. V by 2 plus V minus V0 by 5, അതായത് V by R എന്നുള്ള ഫോമിൽ. സോ ആസ് V is equal to 2 ആണെന്ന് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. So 2 by 2 plus 2 minus V0 by 5 is equal to 0. അപ്പോൾ 2 minus V0 is equal to minus 5 ആണ് വരുന്നത്. സോ നമുക്ക് ഇവിടെ എന്ത് വരും? V0 is equal to 7 വോൾട്ടേജ് ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. In an op-amp based inverting amplifier with a gain of 100 and feedback resistance 40 kilo ohm and op-amp input offset voltage 6 millivolt ആണ്. And the input bias current എന്ന് പറയുന്നത് 500 milliampere ആണ്. ഓക്കെ, N അല്ല M ആണ്, milliampere. The output voltage offset voltage due to an input offset voltage and the input bias current. Output offset voltage calculate ചെയ്യണം. അതുപോലെ തന്നെ input bias current ആണ്. ഓപ്ഷൻ ഡി 606 millivolts 23.5 millivolts ആണ് വരുന്ന ആൻസർ. നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? ഡ്യൂ ടു ഇൻപുട്ട് ഓഫ്സെറ്റ്. ഇൻപുട്ട് ഓഫ്സെറ്റ് കാരണം വരുന്ന ഔട്ട്പുട്ട് ഓഫ്സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? V0 offset is equal to 1 plus RF by RI into VI0 ആണ്. അപ്പോൾ ഗെയിൻ നമുക്ക് തന്നിരിക്കുന്നത് 100 ആണ്. IB എന്ന് പറയുന്നത് 500 മില്ലി ആംപിയർ ആണ്. അതുപോലെ തന്നെ VIO എന്ന് പറയുന്നത് 6 മില്ലി, RF എന്ന് പറയുന്നത് 47 കിലോ. അപ്പോൾ ഓഫ്സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 1 plus RF by RI into 6 millivolt, that is equal to 606 millivolt ആണ് വരുന്നത്. നമുക്ക് ഇനി അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് V0 offset due to input bias current കാരണം. So V0 offset is equal to RF IB ആണ്. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് 23.5 millivolt ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ആൻ op-amp. All type of negative feedback reduce non-linear distortion. All type of negative feedback reduce the output offset voltage. Non-inverting feedback increases the input impedance. Inverting feedback decreases the input impedance. Which of the above statements are correct? നമുക്ക് തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അല്ലേ. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് തരുന്നത് റെഡ്യൂസ്ഡ് നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ ആണ്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓഫ്സെറ്റ് ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക്. അതുപോലെ തന്നെ നോൺ ഇൻവെർട്ടിംഗ് ഫീഡ്ബാക്കിൽ എന്താണ്? ഇൻപുട്ട് ഇംപെഡൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻവെർട്ടിംഗ് ഫീഡ്ബാക്കിൽ നമുക്ക് ഇൻപുട്ട് ഇംപെഡൻസ് ഡിക്രീസ് ആവുകയും ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അനലോഗ് സർക്യൂട്ട്സിൽ നമുക്ക് MCQ 6 ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.